എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ടോൾ പ്ലാസ മുതൽ ശീമാട്ടി അണ്ടർപാസ് വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളി, മുക്കട, കടമ്പാട്ടുകോണം എന്നീ ഭാഗങ്ങളിലെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയുടെ മുൻവശത്തു നിന്നാണ്. പാരിപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടോൾ പ്ലാസയാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടോളാണിത്. കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ടോൾ പ്ലാസയുടെ പ്ലാസ്റ്ററിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തം വർക്കിൻ്റെ 80% മുകളിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ടോൾ പിരിവ് ആരംഭിക്കാം എന്ന ചട്ടം ഉള്ളതുകൊണ്ടായിരിക്കാം ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗം കംപ്ലീറ്റ് ആക്കുന്നത്. 6 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകുന്ന രീതിയിൽ പല വലിപ്പത്തിലാണ് ടോൾ പ്ലാസയുടെ ഓപ്പണിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസയ്ക്ക് മുന്നേയും ശേഷവും 200 മീറ്ററോളം ഭാഗത്ത് കോൺക്രീറ്റ് റോഡുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും രണ്ടാമത്തെ ടോളിൻ്റെ ഭാഗത്തേക്ക് പോകാം. 2 ടോൾ ഗേറ്റിൻ്റെയും ഇടയ്ക്കായി 2 സൈഡിലും ടോയ്ലറ്റ് ബ്ലോക്കുകളും യൂട്ടിലിറ്റി ബിൽഡിങ്ങുകളുമൊക്കെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ടോൾ ഗേറ്റാണ്. ഇത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയാണ്. ടോൾ ഗേറ്റിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളും പ്ലംബിംഗ് വർക്കുകളുമൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും കംപ്ലീറ്റ് ആയതായി കാണാം. 2 ടോൾ ഗേറ്റുകളും തമ്മിൽ 400 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ കല്ലുവാതുക്കൽ ഭാഗത്തേക്ക് പോകാം. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് ചാത്തന്നൂർ ഫ്ലൈ ഓവറിന് തൊട്ട് മുന്നേ വരെ 6 വരി പാതയുടെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാരിപ്പള്ളിയിലേക്ക് വരുന്നതിനായി മുക്കടയിൽ നിർമ്മിച്ചിരിക്കുന്ന എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് വരേണ്ടത്. എന്നാൽ കല്ലുവാതുക്കൽ ഭാഗത്തൊക്കെ പോകുന്നതിന് വേണ്ടി കല്ലുവാതുക്കൽ ടോൾ ഗേറ്റ് കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിലൂടെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാലുള്ള അടുത്ത എക്സിറ്റ് പോയിൻ്റ് വരുന്നത് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമുക്ക് സർവീസ് റോഡ് വഴി കല്ലുവാതുക്കൽ ഭാഗത്തെ വർക്കുകൾ നോക്കാം. ഇവിടെ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ പ്ലംബിംഗ് വർക്കുകളും ചെയ്തതായി കാണാം. കല്ലുവാതുക്കലിൽ ഒരു ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോയി കല്ലുവാതുക്കൽ പാറയിൽ ഭാഗത്തെ വർക്കിൻ്റെ അപ്ഡേറ്റുകൾ കാണാം. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് പല സ്ഥലങ്ങളിലും സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് ചാത്തന്നൂർ ആരംഭിച്ചെങ്കിലും അത് മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരു വശത്തുള്ള ലൈൻ മാർക്കിംഗ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗം നല്ല താഴ്ന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്താണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്.
ടാറിംഗ് വർക്കിന് മുന്നോടിയായി GSP നിരത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടെ ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കുമെന്ന് കരുതുന്നു. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലെയും മധ്യഭാഗത്തെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി കുരിശുമൂട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തെ വർക്കുകളൊക്കെ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങും ഇലക്ട്രിക്കൽ പോളിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ ഫിറ്റിങ്സാണ് ബാക്കിയുള്ളത്. സർവീസ് റോഡിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെയർ ടാറിങ് പല ഭാഗത്തും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടാർ ചെയ്ത സർവീസ് റോഡിൻ്റെ ഭാഗവും ഡ്രെയിനേജിൻ്റെ ഭാഗവും ചേർന്നാണ് ടോട്ടൽ സർവീസ് റോഡ് വരുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗം കഴിഞ്ഞ് കർബ് സ്റ്റോണുകൾ സ്ഥാപിച്ച് അവിടെ നിന്നും 1 മീറ്ററോളം വീതിയിലാണ് നടപ്പാതകൾ സ്ഥാപിക്കുന്നത്. വീതിയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇൻ്റർലോക്കുകൾ പാകി നടപ്പാതകൾ ക്രമീകരിക്കുന്നത്. കുരിശുമൂട് മുതൽ ശീമാട്ടി വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള വർക്ക് പുരോഗമിക്കുന്നതായി കാണാം. ഇപ്പോൾ കാരങ്കോട് ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വലത് സൈഡിലായി കുറച്ച് ഭാഗം ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അവിടെ പ്രദേശവാസികൾ കുറച്ച് തൈകൾ നട്ട് പരിപാലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു ഭാഗത്ത് വളരെ മുന്നേ തന്നെ നടപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചതാണ്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് ശരിയായ രീതിയിലല്ല ഇൻ്റർലോക്കുകൾ പാകുന്നതെന്ന്. ഇപ്പോൾ അതെല്ലാം ഇളകി പോകുന്നതായി കാണാം. നേരത്തെ സ്ഥാപിച്ച ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ പോച്ച പിടിച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഒന്നിടവിട്ട ഭാഗങ്ങളിലാണ് ഇപ്പോൾ നടപ്പാതകൾ ക്രമീകരിക്കുന്നതായി കാണുന്നത്. ചില ഭാഗങ്ങളിൽ വീതി വളരെ കുറവാണ്. മറ്റ് ചില ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശമായതിനാൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇൻ്റർലോക്കുകൾ പാവുക. ഇനി ഇവിടെ നിന്നും നേരെ ശീമാട്ടി അണ്ടർപാസിനടുത്തേക്കാണ് പോകുന്നത്. ശീമാട്ടി ജംഗ്ഷനിൽ വളരെ ചെറിയൊരു അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്മാൾ വെഹിക്കുലർ അണ്ടർപാസ് കാറ്റഗറിയിലുള്ളതാണ്. ഇനി ഇവിടെ നിന്നും തിരിഞ്ഞ് റോഡിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെയും നടപ്പാതയുടെ വർക്കുകൾ പുരോഗമിച്ചതായി കാണാം. ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ഒരു എൻട്രി പോയിൻ്റ് വരുന്നുണ്ട്. ചാത്തന്നൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഈ ഒരു എൻട്രി പോയിൻ്റ് വഴിയാണ് മെയിൻ ഹൈവേയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ ഇടവിട്ടുള്ള ഭാഗങ്ങളിൽ ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നതായി കാണാം. വർക്കുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
പാറയിൽ ജംഗ്ഷനിൽ മാത്രമാണ് ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണം ബാക്കിയായിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചയാണ് കുറച്ച് മുന്നേ കണ്ടത്. അവിടെ ഉടൻ തന്നെ ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കും. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന പാറ പൂർണ്ണമായും പൊട്ടിച്ചു മാറ്റി റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്താണ് സർവീസ് റോഡ് നിർമ്മിക്കുന്നത്. മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയതായി കാണാം. ഇനി ഇതിന് മുകളിലായി GSP നിരത്തി ടാറിംഗ് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇത്രയും ഉയരത്തിലാണ് സർവീസ് റോഡുകൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇടവിട്ടിപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഭാഗവും ചെളിയായി കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ പോയി അവിടെ നിന്നും ടോൾ പ്ലാസ വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെയും അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ പ്ലംബിംഗ് വർക്കുകളൊക്കെ നടന്നതായി കാണാം. ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ മെയിൻ റോഡ് വഴി തന്നെ പോകുന്നതിനാൽ പല ജംഗ്ഷനുകളും ഇപ്പോൾ വളരെ സൈലൻ്റായി മാറിയിട്ടുണ്ട്. കാരംകോട് സ്പിന്നിംഗ് മില്ലിൻ്റെ മുൻവശത്താണ് ഒരു എൻട്രി പോയിൻ്റ് നിർമ്മിക്കാനുള്ളത്. അത് കഴിഞ്ഞ് കല്ലുവാതുക്കൽ ഭാഗത്തുള്ള വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലോട്ട് എൻട്രി ചെയ്യുന്നത് ഡയറക്റ്റായിട്ടും ടോൾ ഗേറ്റിലേക്കാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി കരാറെടുത്തിരിക്കുന്ന കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗത്ത് നിർമ്മിക്കുന്ന എൻട്രി പോയിൻറ്റുകളുടെയും എക്സിറ്റ് പോയിൻറ്റുകളുടെയും പരിപൂർണമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. ചാത്തന്നൂർ കൊട്ടിയം ഭാഗത്തെയൊക്കെ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.